എങ്ങനെയായിരിക്കാം ലെബനിൽ പേജറുകളും വാക്കി ടോക്കികളും പൊട്ടിത്തെറിച്ചത്? അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. സെപ്റ്റംബർ 17 ആണ് പേജറുകൾ പൊട്ടിത്തെറിക്കുന്നത്. എങ്ങനെയായിരിക്കും ഈ പേജറുകൾ ഒരേപോലെ എല്ലായിടത്തും പൊട്ടിത്തെറിച്ചിട്ടുണ്ടാവുക? ഹിസ്ബുള്ള എന്ന സംഘടന തങ്ങളുടെ രഹസ്യങ്ങൾ ചോർന്നുപോകാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ പേജറുകളും വാക്കി ടോക്കികളുടെയും ഉപയോഗം നിലവിൽ കൊണ്ടുവന്നത്. ഹിസ്ബുള്ളക്ക് വേണ്ടിയുള്ള പേജറുകൾ നിർമ്മിക്കാനായി അവർ തിരഞ്ഞെടുത്തത് തായ്വാനുള്ള ഗോൾഡ് അപ്പോളോ എന്ന കമ്പനിയാണ്. എന്നാൽ അവർ പറയുന്നത് ഞങ്ങളുടെ കമ്പനി ലൈസൻസ് നൽകിയിട്ടുള്ള ഞങ്ങളുടെ ഒരു ഫ്രാഞ്ചൈസ് ഹംഗറിയിൽ BAC കൺസൾട്ടൻസ് എന്ന പേരിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ്. അവരാണ് ഇത് നിർമ്മിച്ച് അവർക്ക് നൽകിയത് എന്നാണ്. പ്രധാനമായും പേജറുകൾ എക്സ്പോർട്ട് ചെയ്യുന്നതിനിടയ്ക്ക് വച്ചായിരിക്കാം എക്സ്പ്ലോസീവ് സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഇതാണ് പേജറിൻ്റെ സർക്യൂട്ട് ബോർഡ്. ഇതിൽ ഈ കാണുന്ന ബാറ്ററികളിൽ ഒന്ന് ബാറ്ററിക്ക് പകരം എക്സ്പ്ലോസീവ് ആയിരിക്കാം സെറ്റ് ചെയ്തത്. ഒരു പ്രത്യേക സിഗ്നൽ ലഭിക്കുമ്പോൾ പൊട്ടിത്തെറിക്കാൻ വേണ്ടിയായിരിക്കാം ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ആ സിഗ്നലിന് മാത്രമേ എക്സ്പ്ലോസീവിനെ ബ്ലാസ്റ്റിലേക്ക് ട്രിഗർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ ട്രിഗറിംഗ് സിഗ്നൽ സ്വീകരിച്ച ശേഷം ആ സിഗ്നലിനെ ഡീകോഡ് ചെയ്ത് ട്രിഗറിംഗ് സാധ്യമാക്കിയായിരിക്കാം സ്ഫോടനങ്ങൾ നടത്തിയത്. PETN അഥവാ പെൻഡ എറിത്രിറ്റോൾ ടെട്രാനൈട്രേറ്റ് എന്ന ഹൈലി എക്സ്പ്ലോസീവ് മെറ്റീരിയൽ ആണ് ഇവിടെ ഉപയോഗിച്ചത്. മൊസാദ് എന്ന ഇസ്രായേലിൻ്റെ ചാരസംഘടന തങ്ങളെ സാങ്കേതിക തലത്തിൽ നിരീക്ഷിക്കുന്നുണ്ടെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഹിസ്ബുള്ള പേജറുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയത്. പേജറുകളിൽ അഡീഷണൽ ആയി സെറ്റ് ചെയ്ത മറ്റൊരു ബാറ്ററി എക്സ്പ്ലോസീവുമായി സംയോജിപ്പിച്ചുണ്ടാക്കിയതായിരിക്കാം എന്നതായിരുന്നു ഗവേഷകരുടെ മറ്റൊരു നിഗമനം. ബ്ലാസ്റ്റ് നടക്കാനുള്ള ട്രിഗറിംഗ് സിഗ്നൽ അല്ലെങ്കിൽ മെസ്സേജ് ലഭിക്കുന്നതോടെ പേജർ റിസീവ് ചെയ്യുകയും ട്രിഗറിംഗ് സർക്യൂട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ബ്ലാസ്റ്റ് നടക്കുന്നു. ഏകദേശം 2750 പേർക്കാണ് പരിക്കേറ്റത്.